ഹായ് ഓൾ. അപ്പോൾ കുറേ നാളായല്ലേ കണ്ടിട്ട്. അപ്പം ഇന്ന് ഞാൻ കുറച്ച് കളക്ഷൻസുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിസ്പറിംഗ് ക്രിസ്റ്റൽസിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഈ കാണുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെഹന്തി ഫിനിഷിലുള്ള ഒരു നെക്ലേസ് ആണ്. ഭയങ്കര ക്യൂട്ട് ആൻഡ് നോക്കൂ, സ്റ്റോൺസ് ഒക്കെ വളരെ ക്യൂട്ടായിട്ടുള്ള നെക്ലേസ് ആണിത്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. കിഡ്സിനൊക്കെ ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഗൗണിൻ്റെയൊക്കെ കൂടെ നല്ല ഭംഗിയായിരിക്കും. ഗൗണ്, സാരി, ചുരിദാർ എല്ലാത്തിൻ്റെയും കൂടെ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ്. നല്ല ഫിനിഷിങ്ങിൽ വന്നേക്കണ ഒരു ക്യൂട്ട് നെക്ലേസ്. അതിൻ്റെ പെയർ ഇയറിങ്സ് വന്നേക്കണത് നല്ല ഭംഗിയുള്ളൊരു വളരെ ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു ഇയറിങ്സ് ആണ് വന്നേക്കണത്. കിഡ്സിനാണ്. കിഡ്സ് സാധാരണ ആർക്ക് വേണമെങ്കിലും ഇടാം, പക്ഷേ കിഡ്സിനൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു കളക്ഷൻസ്, നല്ല ഭംഗിയുള്ളത്. അതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം വന്നേക്കുന്നത്. കണ്ടുകൊണ്ട് നല്ല ഡയമണ്ട് പോലെ തോന്നണില്ലേ? പക്ഷേ ഇത് ആക്ച്വലി ഡയമണ്ട് അല്ല. ഇത് ഡയമണ്ട് അല്ല എന്ന് പറയാൻ പറ്റില്ല, ഡയമണ്ടാണ്, പക്ഷേ അമേരിക്കൻ ഡയമണ്ടാണ്. എന്താ രസമെന്ന് നോക്കിയേ ജ്വല്ലറി. നമ്മുടെ ഗൗണിൻ്റെയൊക്കെ കൂടെ എന്ത് ഭംഗിയായിരിക്കും നോക്കിയേ, എന്ത് രസമുണ്ട് കാണാൻ. നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. ഇതിനേക്കാളും ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജ്വല്ലറിയാണ്. ഈ സെയിം ജ്വല്ലറി ഇതിനു മുമ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് തന്നെയല്ല, അത് നമ്മളൊരു കസ്റ്റമറിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അത് നമ്മൾ കസ്റ്റമറിന് കൊടുത്തു. അപ്പോൾ ഇത് വീണ്ടും കണ്ടപ്പോൾ എനിക്ക് വീണ്ടും കൊണ്ടുവരാതിരിക്കാൻ പറ്റിയില്ല, കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജ്വല്ലറിയാണ്. അപ്പോൾ നോക്കൂ, നിങ്ങളെ ശരിക്കും അന്ന് നമ്മുടെ വീഡിയോ അത്ര ശരിയായിട്ടുള്ളതെന്ന് തോന്നുന്നു എടുത്തത്. അപ്പോൾ ഞാൻ ശരിക്കും നിങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് വീണ്ടും ഈ ജ്വല്ലറി കൊണ്ടുവന്നത്. നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം ഭയങ്കര ഹെവി അല്ല, എന്നാൽ പോലും അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു നെക്ലേസാണിത്. ഇതിൻ്റെ ഇയറിങ്സ് വരുന്നത് സെയിം തന്നെയാണ് വരുന്നത്. ബാക്കിൽ ഡോറി വരും. ഇയറിങ്സ് എന്ന് പറയുന്നത് ആ നെക്ലേസിൻ്റെ സെയിം ഇതിൽ തന്നെയാണ് വരുന്നത്. ആണോ? അടുത്തോട്ട് കാണാൻ പറ്റില്ല അല്ലേ? ഇതിൽ തന്നെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ജ്വല്ലറി. ഈ പ്രാവശ്യം ഇറങ്ങിയ ജ്വല്ലറികളിൽ ഏറ്റവും കൂടുതൽ അഡാപ്റ്റേഷൻ വന്നേക്കണ ഒരു ടൈപ്പ് ജ്വല്ലറിയാണ് നമ്മുടെ ട്രഡീഷണൽ കാശിമാല എന്ന് പറയുന്നത്. ഏതൊക്കെ നമ്മുടെ ട്രഡീഷണൽ 1 ഗ്രാം ഗോൾഡിൽ വരുന്ന കാശിമാലയുണ്ട്, അതല്ലാതെ പല പല ടൈപ്പ്. ഇങ്ങനെ ഇതിപ്പോൾ കണ്ടോ, ഇതിപ്പം അടുങ്ങിയിരിക്കുന്ന നല്ലൊരു ഇച്ചിരി നല്ല ഭംഗിയായിട്ടുള്ള എല്ലാ ട്രഡീഷണൽ വെയറിൻ്റെ കൂടെയും ഭയങ്കര നന്നായിട്ട് മാച്ചായി പോണൊരു കാശിമാലയാണ്. നല്ല ട്രഡീഷണൽ ലുക്കുള്ള കാശിമാല. ഇങ്ങനത്തെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഗുട്ടപ്പുസിലുള്ള നമ്മുടെ ഇതിനകത്ത് തന്നെ നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടിട്ടില്ല, പക്ഷേ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഗുട്ടപ്പുസിൽ വരുന്ന കാശിമാല വന്നിട്ടുണ്ട്. പിന്നെ അതല്ലാതെ കാശ് തന്നെ കുറച്ച് ചെയിൻ വന്നിട്ട് പിന്നെ കാശ് വന്ന് പിന്നെ ചെയിൻ വന്നിട്ട് പിന്നെ കാശ് വന്ന് അങ്ങനത്തെ പല പല ടൈപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു കാശിമാലയാണ് ഇത്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. ഐ തിങ്ക് ഇത് അത്ര ഇച്ചിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഐറ്റമാണെന്ന് തോന്നുന്നു. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടേക്കാം, ഷോർട്ട്സ് ചെയ്യാൻ നേരത്ത് ഇട്ടേക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കാം. കണ്ടോ എന്താ രസം. അതിൻ്റെ സ്റ്റഡ്സ് വന്നേക്കണതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഈ കാശിൻ്റെ തന്നെ സ്റ്റഡ്സാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് സ്റ്റഡ്സ് വന്നേക്കണേ. നല്ല ഭംഗിയുള്ളൊരിത്. അടുത്തും ഒരു ജുംക്ക ടൈപ്പിലുള്ളൊരു ഇയറിങ്സ് തന്നെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടോ, ഫുൾ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് ഹാഫ് പോർഷനിൽ സ്റ്റോൺസ് വരും, ബാക്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും. നല്ല ഭംഗിയുള്ളൊരു ഇയറിങ്സ് ആണ് ഇത്. ആക്ച്വലി എന്ന് പറയുകയാണെങ്കിൽ ഒരു ശ്രീലീല ഇൻസ്പയർഡ് ജ്വല്ലറി എന്ന് പറയാം. ഇപ്പോൾ ഈ അടുത്തൊരു ഇനാഗുറേഷൻ ടൈമിൽ ആക്ടർ ശ്രീലീല ഉണ്ടല്ലോ, നമ്മളെ തെലുങ്ക് മൂവീസിലൊക്കെ ഉള്ളത്. അപ്പോൾ ആ ശ്രീലീല അതിൻ്റെ പെയർ ചെയ്ത ഓർണമെൻറ്റ്സ്, ഈവൻ നെക്ലേസ്, ഇയറിങ്സ്, അതിൻ്റെ മറ്റൽ എല്ലാം ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അപ്പം ആ ഒരു ഇൻസ്പിറേഷൻ ഇത് കൊണ്ടിട്ട് വന്നേക്കുന്ന ഒരു ഇയറിങ്സാണിത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പം നമുക്കാണെങ്കിലും നമ്മൾ മലയാളികൾ നല്ല കേരള സാരിയൊക്കെ കൊടുക്കാൻ നേരത്ത് അതിൻ്റെയൊക്കെ കൂടെ വളരെ മാച്ചിങ് ആയിട്ട് പോകുന്ന ഒരു സാധനമാണ്. കണ്ടോ എന്താ ഭംഗി നോക്കി. ആ അടിയിലത്തെ പേൾസും ആ സ്റ്റോൺസും എല്ലാം കൂടി നല്ലൊരു ഭംഗിയുള്ള കളക്ഷനാണ് ഇത്. അധികം കണ്ടിട്ടില്ല. നമ്മുടെ കൊട്ട പോലത്തെ ജിമിക്കല്ല, പക്ഷെ നല്ല ഭംഗിയുള്ളൊരു ജിമിക്കി. കണ്ടില്ലേ എന്താ ഭംഗിയെന്ന് നോക്കി. ഫുൾ സ്റ്റോൺ വെച്ചിട്ടുള്ള ഇയറിങ്സ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇയറിങ്സാണിത്.
ജുംക്കയല്ല, പക്ഷേ കാണാൻ ഹെവിയാണ്. എന്നാൽ അത്ര ഹെവിയൊന്നുമല്ല, നമുക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര വെയിറ്റ് ഒന്നുമില്ല, പക്ഷെ കാണാൻ നല്ല ഗ്രാൻഡായിട്ടുള്ള ഇയറിങ്സ്. അപ്പോൾ ഇതൊക്കെ ഇടുവാണെങ്കിൽ ഇനി ഇതിൻ്റെ കൂടെ മാലയായിട്ടൊന്നും പെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഒറ്റ ഇയറിങ്സിൽ തന്നെ നമ്മുടെ ഫുൾ അറ്റൻഷൻ അതിൻ്റെ അകത്ത് വരും. ഇപ്പോൾ പുതിയ ട്രെൻഡിങ് ആയിട്ട് പോകുന്നത് ഈ ടൈപ്പിലുള്ള സ്റ്റൈലാണ്. അപ്പോൾ അതേ നോക്കി. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരു സാമ്പിൾ ഇത് കൊണ്ടുവരാമെന്ന്. നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ കൂടുതൽ ഐറ്റംസ് കൊണ്ടുവന്നിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു സാമ്പിൾ ഇതിന് വേണ്ടി കൊണ്ടുവന്നതാണ്. വെയിറ്റ് ഇല്ല, പക്ഷേ കണ്ടാൽ നല്ല റിച്ച് ലുക്കുള്ള നല്ല AD സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു ഇയറിങ്സ്. എങ്ങനെയുണ്ടെന്ന് പറയും. എല്ലാവരും കമൻറ്റിൻ്റെ അകത്ത് അഭിപ്രായമൊക്കെ എഴുതൂ. നമുക്കറിയാം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടി ഞങ്ങൾക്ക് അറിയണ്ടേ. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഇത് ആക്ച്വലി പറയുവാണെങ്കിൽ ഇതൊരു ആക്ട്രസ് ഇൻസ്പയർഡ് ജ്വല്ലറിയാണ്. ഇത് ഞാനൊരു നമ്മുടെ മലയാള ആക്ട്രസ് അനുശ്രീ ഒരു ഏതോ ഒരു ഫോട്ടോഷൂട്ടിലോ കണ്ടിരുന്നു. അപ്പം ഞാനിത് നമ്മുടെ ഡീലറിൻ്റെ കയ്യിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഹായ്, നല്ല ഭംഗിയുണ്ടായിരുന്നല്ലോ അനുശ്രീ ഇട്ടിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് കൂടി അങ്ങനത്തെ ഒരു ഐറ്റം കൊണ്ടുവന്നാൽ എന്താണെന്ന്. അപ്പം അങ്ങനെ ഞാൻ വരുത്തിയതാണ്. നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ്. നല്ല രസമുണ്ടായിരുന്നു അനുശ്രീ ഇട്ടിട്ട്. ഞാൻ അതിൻ്റെ ഇമേജ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ജ്വല്ലറി വരുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഇത് വരും, ഇതിൻ്റെ ബാക്കിൽ റോപ്പ് വരും, ഡോറി വരും. ഇവിടെ എന്ന് പറയുന്നത് ഫുള്ള് AD സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മിഡിൽ വന്നേക്കണതിനകത്ത് ഫുള്ള് AD സ്റ്റോണാണ്. നല്ല ഭംഗിയുള്ളൊരു ജ്വല്ലറിയാണ്. അതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഞാൻ ഷോർട്സ് ഇടാൻ നേരത്ത് അതിനകത്ത് ഇട്ടേക്കാം. നല്ല ഭംഗിയുണ്ട്. പിന്നെ വരുന്നത് സ്റ്റഡാണ് വരുന്നത്, കണ്ടോ, നല്ലൊരു സിമ്പിൾ സ്റ്റഡ്. മൊത്തത്തിലൊരു ഭംഗിയുള്ളൊരു ജ്വല്ലറി. അധികം അങ്ങനെ കാണാത്ത ടൈപ്പ് ഡിസൈനാണ്. നല്ല ഭംഗിയുള്ളൊരു ജ്വല്ലറി. കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ബോൾ ഇത് വരുന്ന ഒരു ചെയിനാണ്. ഇത് ഞാൻ 2-3 ദിവസം മുമ്പ് നമ്മുടെ ഇമേജ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കസ്റ്റമർ വേണമെന്ന് പറഞ്ഞിട്ട് വരുത്തിയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു അത് കൊടുക്കുന്നതിന് മുമ്പ് ഇന്ന് തന്നെ ഡെലിവറി ഉണ്ട്, അതിന് മുമ്പ് നിങ്ങളൊന്ന് കാണിച്ചേക്കാമെന്ന്. കണ്ടോ, ഈ ബോൾസിൻ്റെ അകത്ത്, മിഡിലെ ബോൾസിൻ്റെ അകത്ത് AD സ്റ്റോൺസ് ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൈക്രോ പ്ലേറ്റഡ് ആയിട്ടുള്ള ചെയിനാണിത്. ഇതിപ്പം സാരിയുടെ കൂടിയോ അല്ലെങ്കിൽ കിഡ്സിന് ആർക്ക് വേണമെങ്കിലും വെയർ ചെയ്യാം. നല്ല ഭംഗിയുള്ളൊരിതാണ്. അധികം വെയിറ്റൊന്നും ഇല്ല, മൈക്രോ പ്ലേറ്റഡ് ആണ്, പക്ഷെ നല്ല ഭംഗിയുള്ളൊരു ഹാരമാണിത്. കണ്ടോ, ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാതെ പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ്. കണ്ടോ നല്ല ഭംഗിയില്ലേ? ഒരു നവരത്ന സീരീസിലുള്ള ഒരു നെക്ലേസാണ്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. മൾട്ടി കളറാണ്, മൾട്ടി സ്റ്റോൺ ബീഡ്സ് ഒക്കെ കൂടി വെച്ചിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു നെക്ലേസാണ്. സാരിയുടെയൊക്കെ ഒപ്പയോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ സൽവാറിൻ്റെ ഒപ്പമൊക്കെ ഇടാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ. അതിൻ്റെ ഇയറിങ്സ് വരണത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റഡാണ് വരണത്. കണ്ടോ, നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്? ഞാൻ ഇതിൻ്റെ ഫോട്ടോയൊക്കെ കുറച്ച് ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പം ഇപ്പോഴാണ് നമുക്ക് ഐറ്റം വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് കാണിച്ചേക്കാം. കണ്ടോ, എന്താ ഭംഗി! ഞാൻ എന്തായാലും ഇട്ട് കാണിക്കണില്ല, ജസ്റ്റ് നോക്കൂ നിങ്ങൾ, നല്ല ഭംഗിയില്ലേ കാണാൻ? ഹായ്.